സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ ഇടം പിടിച്ച ഒരു പേരാണ് ശരണ്യ എന്ന IT ജീവനക്കാരി. കൊടകിൽ പോയി കൊടകിലെ ഏറ്റവും ഉയർന്ന മല, തടിയൻ്റെ മോളുടെ മല എന്നാണ് മലയുടെ പേര്. രസകരമായ പേര്. എന്തായാലും തടിയൻ്റെ മോളുടെ മല കയറുവാൻ ശരണ്യ ശ്രമിച്ചു. വഴിതെറ്റിപ്പോയി. അരബോട്ടിൽ വെള്ളം മാത്രമേ കയ്യിലുള്ളായിരുന്നു. വളരെ ഐതിഹാസികമായി 3-4 ദിവസത്തിന് ശേഷം തിരിച്ച് നാട്ടിലെത്തിയ കഥ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വീരവനിതയായിട്ടൊക്കെ ഈ ശരണ്യ ആളുകൾ പുകഴ്ത്തി പറയുന്ന കൂട്ടത്തിൽ തന്നെ ഒരു പ്രതിപക്ഷമുണ്ട് കേട്ടോ, എതിർപക്ഷമുണ്ട്. ശരണ്യയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച്, അവർക്കുള്ള സംശയങ്ങളെക്കുറിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണെങ്കിലും സാഹസികത ശരണ്യയുടെ പ്രവർത്തികളിൽ നമ്മൾ കാണുമ്പോൾ സാഹസികതയെക്കുറിച്ചുള്ള വേദപുസ്തകത്തിൻ്റെ ഒരു അപ്രോച്ച് എന്താണെന്നുള്ളതാണ് ഈ പാഠഭേദത്തിൽ പ്രധാനമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശരണ്യയുടെ മലകയറ്റ ശ്രമവും റെസ്ക്യൂ ഓപ്പറേഷനും ഒക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്ന മറ്റൊരു പേരുണ്ട്. ബാബു എന്ന് പറയുന്ന മലമ്പുഴയ്ക്കടുത്തുള്ള കുറുമ്പാച്ചി മല കയറിയ ആ ചെറുപ്പക്കാരൻ. ഈ ശരണ്യയെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ബാബുവിൻ്റെ പേരും ആളുകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ബാബു കയറിയ കുറുമ്പാച്ചി മലയ്ക്ക് പുതിയ പേര് കിട്ടി, ബാബു കയറിയ മല. ഇനിയും തടിയൻ്റെ മോളുടെ മലയ്ക്ക് ശരണ്യയ്ക്ക് വഴിതെറ്റിയ മലയെന്ന് വല്ലം പേര് വീഴുമോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ബാബു കയറിയ മല. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ വർഷം ഈ പാലക്കാട്ട് നിന്ന് അങ്ങ് വാളയാറിലേക്ക് ട്രെയിനിന് പോകുമ്പോൾ, അതായത് ഈ കുറുമ്പാച്ചി മലയുടെയൊക്കെ സൈഡിൽ കൂടെ പോകുന്നത്, പശ്ചിമഘട്ടത്തിൻ്റെ അടുക്കലിൽ കൂടെ പോകുന്ന ആ റെയിൽപാത, എനിക്ക് വലിയ ക്യൂരിയോസിറ്റി ആയിരുന്നു ബാബു കയറിയ മലയൊന്ന് കാണണം. അങ്ങനെ ഞാൻ ഗൂഗിൾ മാപ്പൊക്കെ വെച്ചിട്ട് കുറുമ്പാച്ചി മല കണ്ടുപിടിച്ചിട്ട് ട്രെയിൻ അതിലേക്കൂടെ പോകുമ്പോൾ ട്രെയിനിൽ നിന്നുകൊണ്ട് കുറുമ്പാച്ചി മലയുടെ വീഡിയോ പകർത്തുവാൻ ഞാൻ ശ്രമിച്ചു. എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് കുറുമ്പാച്ചി മലയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് കണ്ടുപിടിച്ച് ഞാൻ പകർത്തിയ വീഡിയോ ആണ്. എന്താണെങ്കിലും എനിക്ക് അത്രയും ക്യൂരിയോസിറ്റി ആയിരുന്നെങ്കിൽ ചെറുപ്പക്കാർക്കൊക്കെ ഈ കുറുമ്പാച്ചി മലയെക്കുറിച്ചും ബാബു കയറിയ മലയെക്കുറിച്ചും എത്രയധികം ആകാംക്ഷ ഉണ്ടായിരിക്കാം എന്ന് ഞാനങ്ങ് ചിന്തിച്ചു പോവുകയാണ്, ഊഹിച്ചു പോവുകയാണ്. ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ മറ്റു പലർക്കും അങ്ങനെയാണെങ്കിൽ എനിക്കൂടെ ഒന്ന് മല കയറണം എന്നൊക്കെയുള്ള ഒരു കൗതുകം, ഒരു ആഗ്രഹമൊക്കെ തോന്നുന്നത് സ്വാഭാവികമാണ്. ബാബു മല കയറി മലയിടുക്കിൽപ്പെട്ടു. പിന്നെ ഇന്ത്യൻ പട്ടാളമൊക്കെ വരേണ്ടി വന്നു ബാബുവിനെ ഇറക്കിക്കൊണ്ടുവരുവാൻ. വലിയ വാർത്തകളൊക്കെ ആയിരുന്നു. ഞാനെന്താണെങ്കിലും വാളയാറുള്ള ഒരു ബൈബിൾ സ്കൂളിൽ ഒരു 2-3 ദിവസത്തെ സ്പിരിച്വൽ എംഫസൈസ് മീറ്റിങ്ങിന് ശുശ്രൂഷിക്കാനാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെയുള്ള അധ്യാപകരോടും ഒക്കെ അന്വേഷിച്ചത് ബാബുവിനെക്കുറിച്ച്. ബാബു അവർക്ക് അടുത്തുള്ള ഒരു ഗ്രാമക്കാരനാണല്ലോ. അപ്പോൾ ബാബുവിനെക്കുറിച്ച് കേട്ട ചില വാർത്തകൾ, ആ കുടുംബത്തെക്കുറിച്ച് ചില വാർത്തകൾ ഹൃദയഭേദകമായിരുന്നു. ബാബുവിൻ്റെ കുടുംബത്തിന് എന്താ സംഭവിച്ചത്? 2022 ഫെബ്രുവരി മാസത്തിലാണ് ബാബു മല കയറിയ കഥ നമ്മൾ കേൾക്കുന്നത്. അന്നാണ് ആ സംഭവം ഉണ്ടാകുന്നത്. കൃത്യമായിട്ട് 2 വർഷങ്ങൾക്ക് ശേഷം ഒരു ഫെബ്രുവരി മാസത്തിൽ, 2024 ഫെബ്രുവരി മാസത്തിൽ അടുത്തതായിട്ട് കേൾക്കുന്ന വാർത്ത, ബാബുവിൻ്റെ അമ്മ റഷീദയും സഹോദരൻ ഷാജിയും ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഈ നാഷണൽ മീഡിയ ഒക്കെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ ആ വാർത്ത എത്രമാത്രം നമ്മളൊക്കെ കേട്ടെന്ന് എനിക്കറിയില്ല. അതായത് ബാബുവിൻ്റെ സഹോദരനും അമ്മയും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. സങ്കീർണമായിരുന്നു, പ്രശ്നകലുഷിതമായിരുന്നു ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ജീവിതമെന്ന് പറയുന്നത്. ബാബുവിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. കാട്ടിയത് വലിയ മണ്ടത്തരമാണ്, ഭ്രാന്താണെന്ന് വേണമെങ്കിൽ നമുക്ക് പറവാൻ സാധിക്കും. അമിത സാഹസികതയായിരുന്നു എന്ന് പറവാൻ സാധിക്കും. ബാബു മലയിൽ നിന്ന് ഇറങ്ങി വന്ന ശേഷം പത്രക്കാർ ബാബുവിനോട് ചോദിച്ചു, എന്താ ഇനി അടുത്ത ലക്ഷ്യം? ബാബു പറഞ്ഞു, ഹിമാലയം കയറണം, എവറസ്റ്റ് കയറണം, ഇതാണ് ആഗ്രഹം. ഇത്രയും പെട്ടുപോയെങ്കിലും സാഹസികതയ്ക്ക് കുറവൊന്നും വന്നില്ല.
പിന്നെ കേൾക്കുന്ന വാർത്തകൾ ഈ ബാബുവിൻ്റെ പ്രശ്നം മയക്കുമരുന്നൊക്കെയായിരുന്നു. ചില സാധനം അകത്ത് ചെന്നാൽ പിന്നെ വലിയ ഊർജ്ജം കൂടിയതായിട്ട് തോന്നും, വലിയ മലകളൊക്കെ കയറാൻ പറ്റുമെന്ന് തോന്നും. അങ്ങനെയൊക്കെ അങ്ങ് കയറിയതാണ്. എന്താണെങ്കിലും ബാബു മല കയറിയതിൻ്റെ പേരിൽ വനം വകുപ്പ് ബാബുവിനെതിരെ കേസൊക്കെ എടുത്തിരുന്നു. പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ടായി, കുറേ പുകിലുണ്ടായി. ബാബുവിൻ്റെ കുടുംബാന്തരീക്ഷത്തെ അല്ലെങ്കിൽ അവൻ്റെ അമ്മയൊക്കെ അത് വല്ലാതെ ബാധിച്ചു. പിന്നെ എത്ര പറഞ്ഞിട്ടും ഈ ബാബു അങ്ങോട്ട് നേരെയാകുന്നുമില്ല. സാമ്പത്തിക പ്രതിസന്ധികൾ, പിന്നെ ബാബുവിൻ്റെ ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ തന്നെയായിരുന്നു എന്നാണ് എനിക്ക് പിന്നെ കേൾക്കുവാനിടയായി തീർന്നത്. എന്താണെങ്കിലും 2 വർഷത്തിനിടയിൽ ഈ ബാബുവിൻ്റെ അമ്മയും സഹോദരനും ജീവിതം അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചത്. അങ്ങനെ ദാരുണമാകുന്ന ഒരു വാർത്ത ഞാനങ്ങ് വാളയാറിൽ ചെന്നപ്പോൾ ബാബുവിനെക്കുറിച്ചൊക്കെ ആ കുടുംബത്തെക്കുറിച്ച് കേട്ടപ്പോൾ മനസ്സിൻ്റെ അകത്ത് ഒരു നൊമ്പരമുണ്ടായി. 1.5 വർഷത്തിന് ശേഷം ഇപ്പോൾ പിന്നെയും ഈ ശരണ്യ മല കയറിയ കഥയും അതിലെ സാഹസികതയുള്ള ഒരു ആസ്പെക്റ്റുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ദുരന്തം ഒന്ന് ഓർമ്മ വന്നു, പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് ഓർത്തു. സാഹസികതയാണ് ഇവിടെ പ്രശ്നം. ബാബുവിൻ്റെ കേസിൽ അല്പം ഈ പറഞ്ഞ സബ്സ്റ്റൻസ് അകത്തില്ലെന്ന ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഗുണമെന്ത് കിട്ടി? ഒരുപക്ഷെ ഈ വ്യക്തികളൊക്കെ പേരെടുക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമായിരിക്കാം. ശരണയെക്കുറിച്ചുള്ള പരാതി അങ്ങനെയല്ലേ? ഇത് സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചെങ്കിൽ മാത്രമേ അവരുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കൂടുതൽ ഫോളോവേഴ്സ് വരത്തുള്ളൂ എന്ന ചിന്തയുള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്ത് അങ്ങനെ ഗൂഢാലോചനയൊക്കെ ചെയ്ത് ഉണ്ടാക്കുമെന്ന് പരാതിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണെങ്കിലും സാഹസികത അതാണ് പ്രശ്നമെന്ന് ഞാൻ പറയുന്നു. ശരിക്കും ഈ സാഹസികത എന്ന് പറഞ്ഞാൽ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണോ? ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ആളുകൾ ചെയ്യാൻ ശ്രമിക്കുന്നു. പലപ്പോഴും പ്രകൃതി നിയമങ്ങളെപ്പോലും അവർ ഭേദിക്കാൻ ശ്രമിക്കുന്നു. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിൽ ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. മനുഷ്യന് പ്രാപ്യമല്ലാത്തത് എന്ന വിധത്തിൽ ചില അതിരുകൾ, ചില സീമകൾ ദൈവം വെച്ചിട്ടുണ്ട്. അതിനെ ലംഘിക്കുക എന്ന് പറയുന്നത് തന്നെ, ആ പ്രകൃതി നിയമത്തെ ലംഘിക്കുക എന്ന് പറയുന്നത് തന്നെ അപകടകരമാണ്. ഫിസിക്സിനെ സ്റ്റുപ്പിഡാക്കി നമ്മളിതാ പ്രകൃതിക്ക് അതീതമായി ചിലത് ചെയ്തിരിക്കുന്നു എന്നൊക്കെ തെളിയിക്കുമ്പോൾ കൈയടി കിട്ടുമെന്നുള്ളത് ശരിയാണ്. പക്ഷേ അത്തരം സാഹസികതയെ വേദപുസ്തകം എങ്ങനെ കാണുന്നു? അനുകരിക്കാൻ പറ്റുന്നതാണോ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ? ഇത്തരത്തിലുള്ള സാഹസിക പ്രവൃത്തികളൊക്കെ നടക്കുമ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു വാചകമാണ്, പ്രത്യേക ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ് ഇത് ചെയ്യുന്നത്, മറ്റുള്ളവർ അനുകരിക്കരുത്. പക്ഷേ അനുകരിക്കാനുള്ളൊരു ടെൻഡൻസി ബാബുവിനെ പോലുള്ളവർക്ക് തോന്നും. ശരണ്യ മല കയറിയത് കണ്ടിട്ട്, വഴി തെറ്റിയത് തിരിച്ചു കണ്ടിട്ട് ഇനി ആരെങ്കിലുമൊക്കെ മനഃപൂർവ്വം വഴി തെറ്റി കയറിപ്പോയാലോ അത് അനുകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? വേദപുസ്തകം എന്ത് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം അവസാനിപ്പിക്കുകയാണ്. സാഹസികതയ്ക്ക് എതിരായിട്ട് വേദപുസ്തകത്തിൽ വാക്യമുണ്ടോ? ഈ ഇംഗ്ലീഷ് ബൈബിളൊന്നും വായിച്ചാൽ അത്രയും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകത്തില്ലെങ്കിലും മലയാളം ബൈബിളിൽ സാഹസികതയ്ക്കെതിരായിട്ടുള്ള ചില വചനങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് കേൾക്കുന്നവർക്ക് അത്ഭുതമാകും. പ്രത്യേകിച്ചും 11-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യമെന്ന് പറയുന്നത്, ദൈവം സാഹസപ്രിയനെ വെറുക്കുന്നു എന്നാണ് വാക്യം. എന്ത്? ദൈവം സാഹസപ്രിയനെ വെറുക്കുന്നു. ദുഷ്ടന്മാരെ അല്ലെങ്കിൽ അപ്രകാരമുള്ള ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്നവരെ എങ്ങനെയാണോ ദൈവം വെറുക്കുന്നത്, അതുപോലെ തന്നെ സാഹസപ്രിയനെയും ദൈവം വെറുക്കുന്നു. സങ്കീർത്തനം 11:5 യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു, ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം വെറുക്കുന്നു. എന്തുകൊണ്ടാണ് ഈ സാഹസം ചെയ്യുന്നവർ ദൈവം വെറുക്കേണ്ടത്? സാഹസം ഇംഗ്ലീഷിൽ വയലൻസ് എന്നതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദുഷ്ടതയും വയലൻസും തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടാണ്. വയലൻസ് എന്ന് പറയുമ്പോൾ പ്രകൃതിയുടെ നിയമങ്ങൾക്കെതിരെ ദൈവം വെച്ചിരിക്കുന്ന അതിരുകളെ പൊളിക്കാനുള്ള ഒരു
വയലൻസ് എന്ന് വേണം അതിനെ കാണാൻ. ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ വയലൻസ് എന്ന പദം ഉപയോഗിച്ചതുകൊണ്ട് നമുക്കത് അത്രമാത്രം മനസ്സിലാകില്ല. പക്ഷെ മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു സാഹസപ്രിയൻ. സാഹസപ്രിയനെ യഹോവ വെറുക്കുന്നു. അപ്പോൾ വേദപുസ്തകത്തിൽ കൃത്യമായിട്ടുണ്ട് ഈ പ്രകൃതി നിയമങ്ങളെ ലംഘിക്കുന്ന വയലൻസ്, ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികളല്ല എന്ന് വ്യക്തമായിട്ട് വേദപുസ്തകം നമുക്കൊരു ആശയം തരുന്നു. ഇത്തരം പ്രവൃത്തികൾ ചെയ്താലുള്ള പ്രശ്നം, ആ പ്രവൃത്തികൾ അവൻ്റെ കൂട്ടുകാരൻ, അവൻ്റെ അയൽവക്കത്തുകാരൻ അനുകരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇത്തരം വയലൻസ്, ഇത്തരം സാഹസം നിറഞ്ഞ പ്രവൃത്തികൾ അവൻ്റെ അയൽവക്കത്തുകാരനെ ആകർഷിക്കും, അനുകരിക്കാനുള്ള ഒരു ചിന്ത കൊടുക്കും, തെറ്റായ വഴികളിലേക്ക് കൊണ്ടുപോകുമെന്ന് വേദപുസ്തകം പറയുന്നു. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? സദൃശവാക്യം 16:29 വാക്യം, സാഹസികൻ കൂട്ടുകാരനെ വശീകരിക്കുകയും കൊള്ളരുതാത്ത വഴിയിൽ നടത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, സാഹസികൻ അവൻ്റെ കൂട്ടുകാരനോട് പറയും, എടാ വാടാ, നമുക്ക് തടിയൻ്റെ മോടെ മലയൊന്ന് കയറാം, അല്ലെങ്കിൽ കുറുമ്പാച്ചി മലയൊന്ന് കയറാമടാ എന്നൊക്കെ പറഞ്ഞ് സാഹസികൻ എന്ത് ചെയ്യും? കൂട്ടുകാരനെ വശീകരിച്ച് വേണ്ടാത്ത വഴിയിൽ, കൊള്ളരുതാത്ത വഴിയിൽ, അപകടമുള്ള വഴിയിൽ കൊണ്ടുപോകുമെന്നാണ് സദൃശവാക്യം 16:29 പറയുന്നത്. പൊതുവെ വേദപുസ്തകത്തിൻ്റെ ഈ വാക്യങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട്, സാഹസികത ദൈവം പ്രകൃതിയിൽ വച്ചിരിക്കുന്ന ഹ്യൂമൻ ലിമിറ്റേഷൻസിനെ മറികടന്നുകൊണ്ട് അത്ഭുത മനുഷ്യനാകാനുള്ള ശ്രമങ്ങൾ, അത്തരം പ്രവൃത്തികൾ, അതിനെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് ഈ വചനങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഇങ്ങനെ പലരും പോപ്പുലറാകാൻ പലതും ചെയ്യും. അത് അപകടകരമാണ്. ഞാൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആ കുടുംബം തകർച്ചയിലേക്ക് കടന്നുപോയി. വലിയ ട്രാജഡി ആ കുടുംബത്തിലുണ്ടായി. അമ്മയ്ക്കും അനുജനുമൊക്കെ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. അത് മനുഷ്യൻ ചെയ്തത് കൊണ്ടൊരു കാര്യം പറയാം, ആത്മഹത്യ ഒന്നിൻ്റെയും പരിഹാരമല്ല എന്ന് ഒരു ചിന്ത പ്രഷറുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ പാഠഭേദം അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.